ഹലോ. ചുരുക്കം ചില കുട്ടികൾക്കെങ്കിലും പനി കൂടുമ്പോൾ ഞെട്ടൽ വരുന്നതായിട്ട് അവരുടെ രക്ഷിതാക്കൾ പറയാറുണ്ട്. എന്താണ് ഈ ഞെട്ടലെന്നും അതിനുള്ള കാരണങ്ങളും അതിൻ്റെ കോംപ്ലിക്കേഷൻസും ഹോമിയോപ്പതിയിൽ അതിനുള്ള പരിഹാരങ്ങളും എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ KP അക്ബർ, കണ്ണൂരിൽ നിന്നുള്ള ഹോമിയോപ്പതിക് ഡോക്ടറാണ്. ഈ ഞെട്ടൽ എന്നുകൊണ്ട് സാധാരണക്കാർ ഉദ്ദേശിക്കുന്നത് ഫെബ്രൽ ഫിറ്റ്സ് അഥവാ പനി കൂടുമ്പോഴുള്ള അപസ്മാരത്തെയാണ് ഈ ഞെട്ടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും പനി വരുമ്പോൾ ഞെട്ടൽ വേണമെന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ചുരുക്കം ചില കുട്ടികൾക്കെങ്കിലും പനി വരുമ്പോൾ ഞെട്ടൽ ഉണ്ടാകാറുണ്ട്. സാധാരണയായിട്ട് 6 മാസത്തിനും 6 വയസ്സിനും ഇടയിലുള്ള കാലയളവിലാണ് ഈ പനി ഉണ്ടാകുമ്പോൾ ഒട്ടുമിക്ക കുട്ടികൾക്കും ഞെട്ടൽ വരാറുള്ളത്. അതും ആദ്യത്തെ എപ്പിസോഡ് 1 വയസ്സ് അതല്ലെങ്കിൽ 1.5 വയസ്സ്, അതായത് 12 മാസത്തിനും 18 മാസത്തിനും ഇടയിലുള്ള കാലയളവിലാണ് പനി വരുമ്പോൾ ഈ ഞെട്ടൽ ആദ്യത്തെ എപ്പിസോഡ് ഉണ്ടാകാറുള്ളത്. അതായത് 6 മാസം മുതൽ 6 വയസ്സ്, അതുപോലെ തന്നെ ആദ്യത്തെ എപ്പിസോഡ് ഉണ്ടാകുന്നത് 1 വയസ്സിനും 1.5 വയസ്സിനും ഇടയാണ്. ഈ ഞെട്ടലിനെ നമുക്ക് 2ആയി തരംതിരിക്കാം. അതിനു മുമ്പ് സാധാരണഗതിയിൽ എപ്പോഴാണ് ഞെട്ടൽ ഉണ്ടാവുക? എല്ലാ പനിക്കും ഞെട്ടൽ ഉണ്ടാവുമോ? ഇല്ല. 38 ഡിഗ്രി സെൽഷ്യസ് അഥവാ 100.4 ഡിഗ്രി ഫാരൻഹീറ്റ് എത്തുമ്പോഴാണ് മിക്കവാറും കുട്ടികൾക്ക് ഈ ഞെട്ടൽ വരാറുള്ളത്. എന്നാൽ 99 ഡിഗ്രി സെൽഷ്യസ് 99 ഡിഗ്രി ഫാരൻഹീറ്റ് എത്തുമ്പോൾ തന്നെ ചില കുട്ടികൾക്ക് ഫിറ്റ്സ് വരാം. അതുപോലെ തന്നെ ഫിറ്റ്സ് വന്നതിന് ശേഷമായിരിക്കും മറ്റു ചില കുട്ടികളിൽ പനി തന്നെ നോട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഇത് ഒട്ടുമിക്ക കുട്ടികളിലും 38 ഡിഗ്രി സെൽഷ്യസ് അഥവാ 100.4 ഡിഗ്രി ഫാരൻഹീറ്റ് എത്തുമ്പോഴാണ് ഈ ഞെട്ടൽ ഉണ്ടാകുന്നത്. ഈ ഫിറ്റ്സിനെ അഥവാ ഞെട്ടലിനെ നമുക്ക് 2ആയി തരംതിരിക്കാം. ഒന്ന് സിമ്പിൾ ഫെബ്രൽ ഫിറ്റ്സ് എന്നും കോംപ്ലക്സ് ഫെബ്രൽ ഫിറ്റ്സ് എന്നും. എന്താണ് ഇവരെ തമ്മിലുള്ള വ്യത്യാസമെന്നും ആ വ്യത്യാസം അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. കാരണം രണ്ടും 2 വിധത്തിലാണ് കുട്ടികളിലെ ഫിറ്റ്സിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. സിമ്പിൾ ഫെബ്രൽ ഫിറ്റ്സ് സാധാരണയായിട്ട് ഉണ്ടാവുന്ന കുട്ടികളിൽ ശരീരം മുഴുവൻ വിറയലുണ്ടാവുക, അതുപോലെ തന്നെ ഈ വിറയൽ 3 മിനിറ്റ്, ഏറിയാൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വയമേ ശമിക്കുന്നതാണ്. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു എപ്പിസോഡ് ഉണ്ടായി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ മറ്റൊരു എപ്പിസോഡ് ഉണ്ടാവാനുള്ള സാധ്യത 99% കേസിലും ഉണ്ടാവാറില്ല. അതായത് ശരീരമാസകലം വിറയൽ ഉണ്ടാവുക, ഈ വിറയൽ 3 മിനിറ്റ്, ഏറിയാൽ 5 മിനിറ്റ് കൊണ്ട് തനിയെ ശമിക്കുക. അതിൻ്റെ കൂടെ ഒരു എപ്പിസോഡ് ഉണ്ടായി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ മറ്റൊരു എപ്പിസോഡ് ഉണ്ടാകാനുള്ള സാധ്യത 99% ഇല്ല എന്നുള്ളതാണ്. ഇതാണ് സിമ്പിൾ ഫെബ്രൈൽ ഫിറ്റ്സിന്റെ പ്രത്യേകത. ഈ സിമ്പിൾ ഫെബ്രൈൽ ഫിറ്റ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഏതാണ്ട് 99.9% കേസുകളിലും ഫിറ്റ്സ് ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമോ അഥവാ ഭാവിയിലോ യാതൊരുവിധ കോംപ്ലിക്കേഷൻസ്, അതായത് കുട്ടികളുടെ പഠിത്തത്തിലോ കുട്ടികളുടെ വളർച്ചയിലോ ശാരീരികമായ അല്ലെങ്കിൽ മാനസികമായ വളർച്ചയിലോ യാതൊരുവിധ തന്നെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നില്ല എന്നത് വളരെ ആശ്വാസകരമായൊരു കാര്യമാണ്. അടുത്ത നമുക്ക് കോംപ്ലക്സ് ഫെബ്രൽ ഫിറ്റ്സ് എന്താണെന്ന് പരിശോധിക്കാം. കോംപ്ലക്സ് ഫെബ്രൽ ഫിറ്റ്സ് അതിന്റെ പേര് പോലെ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഇങ്ങനെയുള്ള കുട്ടികളുടെ ശരീരമാസകലം വിറയലുണ്ടാകുന്നതിന് പകരം ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവം മാത്രം വിറയലുണ്ടാവുക, അതുമല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രം വിറയലുണ്ടാവുക, അതുപോലെ തന്നെ ഈ വിറയല് 15 മിനിറ്റോ അതിൽ കൂടുതൽ തന്നെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു എപ്പിസോഡ് ഉണ്ടായി അടുത്ത 24 മണിക്കൂറിൽ തന്നെ വീണ്ടും ഫിറ്റ്സ് വന്നുകൊണ്ടേയിരിക്കുക. ഇങ്ങനെയുള്ള കുട്ടികളെ നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇവർക്ക് ഭാവിയിൽ അപസ്മാരം വരാനുള്ളൊരു സാധ്യതയും കൂടി കണക്കിലെടുക്കണം. അങ്ങനെയുള്ള കുട്ടികളെ രക്തപരിശോധന, അതുപോലെ തന്നെ EG, ചുരുക്കം ചില സന്ദർഭങ്ങളിൽ നട്ടിൽ നിന്ന് കുത്തിയെടുക്കുക തുടങ്ങിയ ടെസ്റ്റുകൾക്ക് ആവശ്യമെങ്കിൽ വിധേയമാക്കേണ്ടതാണ്. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇതിനുള്ള കാരണങ്ങൾ എന്താണ് പരിശോധിക്കുക. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാരമ്പര്യമാണ്. അതായത് ഈ അപസ്മാരമുണ്ടായ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അവരുടെ ചെറുപ്രായത്തിൽ, അത് ഇത്രയും വയസ്സുള്ള കാലഘട്ടങ്ങളിൽ ഫിറ്റ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ കുട്ടികൾക്കും ഫിറ്റ്സ് വരാനുള്ള സാധ്യത നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അടുത്ത ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മൂത്തതിനോ ഇളയതിനോ ഫിറ്റ്സ് ഉണ്ടായിട്ടെങ്കിൽ ഈ കുട്ടിക്കും ഫിറ്റ്സ് വരാനുള്ള സാധ്യത നാം കണക്കിലെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വൈറൽ ഇൻഫെക്ഷൻ മൂലമുള്ള പനിക്കും ഫിറ്റ്സ് വരാം. അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലമുള്ള
പനിക്കും സാധാരണഗതിയിൽ ഫിറ്റ്സ് വരാം. എന്നാൽ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ള പനിക്കാണ് സാധാരണഗതിയിൽ ഫിറ്റ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. അതായത് ചിക്കൻ ബോക്സ്, കരിമ്പൻ അഥവാ മീസിൽസ് തുടങ്ങിയ മൂലമുള്ള പനിക്കാണ് ഫിറ്റ്സ് വരാനുള്ള സാധ്യത. ഇവ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ളതാണ്. എന്നാൽ ടോൺസിലൈറ്റിസ് പോലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ള പനിക്ക് ഫിറ്റ്സ് വരാനുള്ള സാധ്യത കുറവാണ്. എന്നാലും ചുരുക്കം ചില കുട്ടികൾക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലമുള്ള പനിക്കും വരാം. ഇനി ഫിറ്റ്സ് വരുമ്പോൾ പ്രാഥമികമായിട്ട് നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഇത് കണ്ടു നിൽക്കുന്നവര് പാനിക്കായിട്ട് നിലവിളിക്കാതിരിക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള കുട്ടികളെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, അതും കുറച്ച് ഉറച്ച പ്രതലത്തിൽ കുട്ടിയെ ഇടത്തുഭാഗം ചരിച്ചു കിടത്തുക. അതിൻ്റെ കൂടെ കുട്ടിയുടെ വലത് കൈ തലയുടെ അടിയിൽ വെച്ചു കൊടുത്ത് തല അല്പം ഉയർത്തി കിടത്തുക. പിന്നെ കൂടെ കഴുത്തിലോ അതുപോലെ അരയിലോ മറ്റോ ഇറുകിയ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ലൂസാക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ ഇളം ചൂടുവെള്ളത്തിൽ തുണി നനച്ച് തല മുതൽ കാല് വരെ ഇങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കുക. ഇത് തുറന്നുകൊണ്ടേയിരിക്കുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫിറ്റ്സ് വരുമ്പോൾ ഒരു കാരണവശാലും വായിലൂടെ സിറപ്പോ ആട്ടെ ഗുളികയാട്ടെ ഒന്നും തന്നെ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ കുട്ടിയുടെ കയ്യിലോ വായിലോ ഒന്നും തന്നെ തിരികെ കയറ്റാതിരിക്കുക. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ കുട്ടിയുടെ അടുത്ത് വല്ല ഷാർപ്പായിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് കത്രിക അല്ലെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഉള്ള കളിക്കോപ്പുകൾ ഉണ്ടെങ്കിൽ അവയൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അതിൻ്റെ കൂടെ ഫിറ്റ്സ് ഉണ്ടാകുന്ന സമയവും അതുപോലെ തന്നെ ഫിറ്റ്സ് നിൽക്കുന്ന സമയവും കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് പ്രാഥമികമായിട്ട് നാം ചെയ്യേണ്ടത്. അങ്ങനെ ഫിറ്റ്സ് ശമിച്ചതിന് ശേഷം കുട്ടിയുടെ പനിയുടെ ലക്ഷണങ്ങളൊക്കെ നോക്കി ഹോമിയോപ്പതി മരുന്ന് കൊടുത്തതിന് ശേഷം പനി ഭേദമായതിനു ശേഷം അല്പ ദിവസം കഴിഞ്ഞ് കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ട് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ മരുന്ന് വേണമെങ്കിൽ ഹോമിയോപ്പതിയിൽ പറയാം, അങ്ങനെയുള്ള മരുന്ന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തുറന്നുള്ള പനികളിൽ ഫിറ്റ്സ് വരാനുള്ള സാധ്യത 99% കേസുകളിലും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.